ഹായ്. അപ്പോൾ എനിക്കൊരു വിഷയം എന്ന് പറയാനുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്കൊരു കാര്യമുള്ളൂ ഇപ്പോൾ നോക്കാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. രേണുസുതി അത് തന്നെയാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള കാര്യം. അതായത് നമ്മൾ രേണുസുതിനെ പറ്റി ഒരുപാട് വീഡിയോസ് കണ്ടു. ഒരുപാട് ആൾക്കാർ അതിൽ കമന്റ് ചെയ്യും, അവരെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അതായത് രേണുസുതി ഫേക്കാണ്, രേണുസുതി അങ്ങനെയാണ് ഇങ്ങനെയാണ്, രേണുസുതി വേറൊരു മുഖമുള്ള ആളാണ്, അവർ അബോർട്ട് ചെയ്ത ആളാണ്, വേറെ ആളെ കല്യാണം കഴിക്കാൻ നോക്കിയ ആളാണ്, കിച്ചുവിനോട് മോശമായിട്ട് പെരുമാറിയ ആളാണ്. നിങ്ങൾ എന്തിനാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ പോകുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കിച്ചുവിനെ ഇപ്പോഴും അമ്മയെന്ന് വിളിച്ച വിളിയൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് രേണു പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല എല്ലാവരും എന്തിനാണ് ഈ സ്ത്രീയുടെ പുറത്ത് ഇങ്ങനെ നെഗറ്റീവ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആദ്യത്തെ പ്രശ്നം അവര് ഒരു റീൽസ് ചെയ്യുന്നത് കോമാളിത്തരമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും അവര് ഋതപ്പനെ നോക്കാതെ പോകുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. അവരുടെ ഋതപ്പനെ ഫാമിലി ഏൽപ്പിച്ചതാണ്, ഒന്നും സേഫ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അവർ പ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അവരുടെ വൾഗറായിട്ട് അവർ അഭിനയിക്കുന്നു, വൾഗാരിറ്റി കാണിക്കുന്നു എന്നുള്ളതായി പിന്നെ പ്രശ്നം. അത് അവരുടെ ബോഡി, അവരുടെ ഇഷ്ടം. പിന്നെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം, കിച്ചുവിന്റെ വീഡിയോ വന്നതിന് ശേഷം കിച്ചുവിനെ അവര് മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഈ സുധി എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്ന കാലത്ത് സുധിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് കിച്ചുവിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് അച്ഛനാ കുട്ടിയെ നിർത്തി? അവർക്കറിയില്ലായിരുന്നോ? പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തുകൊണ്ട് ഈ കൊല്ലത്തുള്ള ഫാമിലിയിൽപ്പെട്ട ആൾക്കാര് അവനെ അക്സെപ്റ്റ് ചെയ്തില്ല? ഇപ്പൊ മാത്രം എല്ലാവരും കൂട്ടം കൂടി നിന്ന് രേണുവിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത്രയും നാളും കിച്ചു നിന്നത് അവരുടെ കൂടെ തന്നെയല്ലേ, രേണുവിന്റെ കൂടെ തന്നെയല്ലേ? അപ്പൊ അവന് പോകാൻ ഓപ്ഷനിലായിരുന്നു. അപ്പൊ അവന് രേണുവിന് ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവന് അതിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് കാര്യം. പിന്നെ എനിക്കറിയില്ല, ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ രേണുവിനെ പറ്റി നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് റീച്ച് കിട്ടും, അതുപോലെ നിനക്ക് വരുമാനം കിട്ടും എന്നുള്ള ഐഡിയ തോന്നിയിട്ടാണോ ആ കുട്ടി ചെയ്യുന്നത്? അതോ ഇനി റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണോ ആ കുട്ടി പറയുന്നത്? എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ ഞാനെപ്പോഴും രേണുവിനെ സപ്പോർട്ട് തന്നെ ചെയ്യും. കാരണം ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് എങ്ങനെ പോകണം എന്നറിയാവുന്ന സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയ ഓപ്ഷൻ ഉപയോഗിച്ച് അവർ ജീവിക്കാൻ ശ്രമിച്ചു, അവർ ജീവിക്കുന്നു. ഇപ്പൊ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയവർ മുമ്പോട്ട് പോകുന്നു. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാര് അവരെ പറ്റി ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പോ പ്രധാന പ്രശ്നം രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇടുന്നു, കാലിന്റെ വീഡിയോ ഇടുന്നു. അവരുടെ കാല് കാണാൻ ഭംഗിയാണ് എന്ന് രേണുസുതി പറഞ്ഞു. അവരുടെ കാല് കാണാൻ ഭംഗിയാണെന്ന് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു. എന്തായാലും ഇൻസ്റ്റാഗ്രാമിന്റെ പോളിസീസിനും ക്രൈറ്റീരിയസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മറ്റുള്ള സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് രേണുസുതിക്ക് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. രേണുസുതി ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എനിക്കറിയില്ല. സണ്ണിയൊക്കെ ഉയർ ഫോൺ വീഡിയോസ് അഭിനയിച്ചിട്ടിരുന്ന സണ്ണിയൊക്കെ ഉയർ, രേണുസുതി വെറും അതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. അത്രയും ഒരു പോൺ സ്റ്റാർ ആയിട്ടുള്ള ആൾക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ട്, അവരെ ആരാധിക്കുന്നു, അവരെ പുകഴ്ത്തി പറയുന്നു. അവരവരുടെ കയ്യിൽ കാശുകൊണ്ട് അവർ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്നു. രേണുസുതി അവരെ ജീവിക്കാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നു. അതില് പോണോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഈവൻ ഇഫ് ഷീ ഈസ് ഡൂയിങ് പോൺ ഓൾസോ, നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? അവരെ അവരുടെ ലൈഫ് ജീവിക്കാൻ വിടും. എന്തിനാണ് അതിനകത്തേക്ക് ഇടിച്ചു കയറി കമന്റ് പറയാനും അതിനകത്ത് അവരെ പറ്റി റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വരുന്നത്? എനിക്കറിയില്ല. എനിക്ക് എന്റെ ഒരു അഭിപ്രായം തോന്നി, ഞാനത് പറഞ്ഞു. ഇതിന്റെ പേരിൽ എന്നെ എടുത്തിട്ട് പൊങ്കാലിടാൻ ആരും വരില്ല. വന്നാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ.